നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ആറാട്ടാണ്. വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സന്തോഷത്തോടൊപ്പം മറ്റൊരു സന്തോഷം കൂടെ ഭഗവാൻ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ് ഈ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ. അപ്പോൾ ആ ഒരു സന്തോഷം എന്താണെന്ന് നമ്മുടെ ലാലാമ്മ നമ്മുടെ അടുത്ത് പങ്കുവെക്കുന്നതായിരിക്കും കേട്ടോ. പറയില്ല ലാലാമ്മ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൽ ഈ ഉത്സവ സമയത്ത് നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഫാമിലിയിലേക്ക് 5 ലക്ഷം അംഗങ്ങൾ കടന്നിരിക്കുന്നു. അതും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഉത്സവ സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഭക്തർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഈ ഒരു ദിവസം തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ ഭക്തർ തന്നെയാണ് നമ്മുടെ ഫാമിലിയിലുള്ളത്. ഇനിയും ഗുരുവായൂരപ്പനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ എല്ലാവരും കൂടെ ഈ ഒരു ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഫാമിലിക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിനി പറയാൻ പോകുന്നത് ആറാട്ടിൻ്റെ വിശേഷങ്ങളാണ്. അതേപോലെ തന്നെ ഇന്നലെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയപ്പോൾ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് എഴുന്നള്ളിയപ്പോഴുണ്ടായിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇന്നലെ ആയിരുന്നല്ലോ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഗ്രാമപ്രദക്ഷിണം. ഭഗവാൻ ആ ശ്രീലകം വിട്ടിട്ട് പുറത്തേക്ക് എഴുന്നള്ളാണ് തൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ കാണാനായിട്ട്. ശരിക്കും ഒരു രാജാവിനെ പോലെ ആ വരവൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. മുൻ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്രാവശ്യം ആ ഗോപുരത്തിൻ്റെ നേരെ ചുവടെ നിന്നിട്ടാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഗൂസ് ബംസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പലർക്കും വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഭഗവാന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു ശക്തി, അത് എല്ലാവരിലേക്ക് എത്താറുണ്ട്. അപ്പം നേരിട്ട് കാണുമ്പോഴുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. തീർച്ചയായിട്ടും ഇത് കാണാൻ സാധിക്കാത്തവരെ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണണം. അങ്ങനെ കാണേണ്ടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ആ മേളവും നിറയെ ഭക്തരും ആനകളും അതിൻ്റെ ആ ഇന്ദ്രസനിൻ്റെ പുറത്താണ് ഭഗവാന്റെ ആ ഒരു സ്വർണ്ണത്തിടമ്പും സ്വർണ്ണക്കോലും ഒക്കെ ആയിട്ടുള്ള പട്ടുക്കുടകളൊക്കെ ചൂടിയിട്ട് ആലവട്ടവും വെഞ്ചാമരും ഒക്കെ ആയിട്ട് മനസ്സ് നിറയെ, നമുക്ക് കണ്ണിങ്ങനെ നിറയെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവരും ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ മാത്രം നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷം അത് ശരിക്കും ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഭഗവാൻ കുളപ്രദക്ഷിണമായിട്ട് എല്ലാവരെയും കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി കാണാനായിട്ട് സാധിച്ചു. പലരും വീഡിയോയിൽ കൂടെ, നമ്മുടെ തന്നെ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നലത്തെ വിശേഷം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്, ഭഗവാന്റെ ആറാട്ടാണെന്ന്. ഭഗവാൻ ഇന്ന് കുറച്ച് താമസിച്ചിട്ടാണ് എണീറ്റത്. പക്ഷെ ഞങ്ങളൊക്കെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഷൂട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഭഗവാനെ ഉറക്കമുണർത്തിയ പശുക്കുട്ടീനെ, നമ്മുടെ പത്മിനിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ പത്മിനിക്കുട്ടീനെ കാണാനായിട്ടാണ് ഇന്ന് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഭഗവാന്. എന്നിട്ട് ഞങ്ങൾ പോയി കണ്ടു. നല്ല ഇണക്കമുള്ള പശുക്കുട്ടിയായിരുന്നു കേട്ടോ. ലാലാമ്മയുടെ അടുത്തൊക്കെ നല്ല കൂട്ടായിരുന്നു. ഒരുപാട് സന്തോഷം അതിനെ കാണാനായിട്ടും സാധിച്ചത്. അപ്പോൾ അതായിരുന്നു രാവിലത്തെ. പിന്നെ ഞങ്ങൾ നേരെ ഭഗവാനെ തൊഴാനായിട്ടാണ് പോയത്. ഭഗവാനാണെങ്കിലോ നല്ല സുന്ദര കുട്ടനായിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് ബാലഗോപാല രൂപത്തിലായിരുന്നു രാവിലെ ദർശനം ഉണ്ടായിരുന്നത്. ഭഗവാൻ ഒരു കുഞ്ഞു ചുവന്ന നിറത്തിലെ പട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരയിൽ ഒരു കസവും കൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. നല്ല മിടുക്കനായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. കയ്യിലെ ഒരു ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. പിന്നെ പട്ടുകോണകം ഉണ്ട്. ഒരു കദളിപ്പഴം കൂടെ ഭഗവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 തിരുമുടി ഉണ്ടായിരുന്നു ഭഗവാൻ. അത് നല്ല ഭംഗിയിൽ കുഞ്ഞു കുഞ്ഞു തിരുമുടി മാലകളാണ് അങ്ങനെ അടുപ്പിച്ച് വെച്ചത്. കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം നന്ദ്യാർവട്ട പൂക്കളും തെച്ചിയും കൂടിയിട്ടായിരുന്നു. അതിൽ ആ വെളുത്ത നിറയാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ തെച്ചി നന്ദ്യാർവട്ടം അങ്ങനെ ഒരെണ്ണുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ 3 നിറമുണ്ട്. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിക്കൊണ്ട്. ഇങ്ങനെയായിരുന്നു 4 തിരുമുടി മാലകൾ. പിന്നെ 2 ഉണ്ടമാല ഉണ്ടായിരുന്നു. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിലെ വെളുപ്പും പച്ചയാണ് കേട്ടോ. നന്ദ്യാർവട്ടം കുറച്ച് കൂടുതലായിട്ടുണ്ട്. പിന്നെ കുറച്ച് തുളസി. പിന്നെ ഒരു മാലയിൽ തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്, തെച്ചിയുണ്ട്. അതിങ്ങനെ മാറി മാറി കോർത്തിട്ടായിരുന്നു. നെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട് നമ്മുടെ ഭഗവാൻ. പിന്നെ വലിയ കാതുപൂക്കളാണ് കേട്ടോ. മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട്, നല്ല സന്തോഷം. ആറാട്ടൊക്കെ ആണല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു തിളക്കം മുഖത്ത് കാണാനുണ്ട്.
പിന്നെ തോളുകളിലൊക്കെ 2 കുഞ്ഞു ഗോപി തിലകം വെച്ചിട്ടുണ്ട്, 3 മാലകൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കയ്യിലാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾ തൊഴുന്ന സമയത്താണ് ആ ഒരു കദളിപ്പഴം കൂടെ ഭഗവാന് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് ആ കസവ് കൊണ്ടൊക്കെയാണ്, അത് നല്ല വലിപ്പത്തിൽ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. പട്ടുകോണകും അതിൻ്റെ ഇടയിൽ കൂടെ കാണാനുണ്ട്. നന്നായിട്ട് നല്ല ഒരു ഗമയോടൊക്കെ കൂടിയിട്ട് നിൽക്കില്ലേ, അങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു ഭാവം ഉണ്ടായിരുന്നത്. നന്നായി കണ്ടു തൊഴാനായിട്ട് സാധിച്ചു. അപ്പൊ എല്ലാവരും ഇതോടൊപ്പം തന്നെ ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി കണ്ടിട്ട് തൊഴുതോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഉത്സവ ദിവസം ആദ്യത്തെ ദിവസം തന്നെ വന്ന് കഞ്ഞി കുടിക്കാനും സാധിച്ചു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. പക്ഷെ ഇന്ന് ആറാട്ട് ദിവസം ഭഗവാന്റെ സദ്യ കഴിക്കാൻ സാധിച്ചു. അപ്പൊ സദ്യയുടെ വിശേഷങ്ങളൊക്കെ ആശുപത്രി പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് ഭഗവാന്റെ സദ്യയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് ഒരു സാധാരണ 9 മണിക്കൊക്കെയാണ് കൊടുത്തു തുടങ്ങുക. പക്ഷെ ഇന്ന് ഭഗവാൻ എണീക്കാനായിട്ട് താമസിച്ചുല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്നും താമസിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഭഗവാനെ നേദിച്ചിട്ടാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ ആദ്യത്തെ ട്രിപ്പ് തന്നെ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് സാമ്പാറൊക്കെ ആയിരുന്നു. കാട്ടിലെ ഭക്ഷണം എന്നാണ് പറയുക, കാരണം ഭഗവാൻ പോയിരിക്കില്ലേ വേട്ടയാടാനായിട്ട്. അപ്പൊ കാട്ടിലാണ് ഭക്ഷണം ഉണ്ടാവുക. അപ്പൊ ആ ഒരു സങ്കല്പം തന്നെയാണ് കേട്ടോ ഇന്നും ഭക്തജനങ്ങൾക്ക് സദ്യ കൊടുക്കുമ്പോൾ സാമ്പാറാണ്, കാളനല്ല ഉണ്ടാവുക. സാമ്പാർ, പിന്നെ പുളിഞ്ചി ഉണ്ട്, മാങ്ങാക്കറി ഉണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, പിന്നെ ഈ നേന്ത്രക്കായ ഉണ്ടല്ലോ അതും ചേനയും കൂടിയിട്ട് ഒരു മെഴുക്ക് പുരട്ടി പോലത്തെ ഒരു വിഭവം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കാട്ടിലെ സദ്യ. അപ്പൊ അതൊക്കെ കഴിക്കാനായിട്ട് സാധിച്ചു. അതും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ് കേട്ടോ. നിരവധി ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട് സദ്യ കഴിക്കാനൊക്കെ ആയിട്ട്, ഭഗവാനെ തൊഴാനായിട്ട്. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടു, അതും വലിയൊരു സന്തോഷമാണ്. അപ്പൊ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ എല്ലാവരും ഇനിയിപ്പോൾ ആ സദ്യ കഴിക്കുന്ന വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കാണുക. വയറു നിറച്ച് മനസ്സു നിറച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇവിടെ ആ പപ്പടം പപ്പടം പപ്പടത്തിൻ്റെ അകത്തൊരു പഴം കൂടിയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ അതെ ഒന്നാല് ഇപ്പോഴത്തെ പോവാതെ നമസ്കാരം.
പഠിച്ചു പറഞ്ഞത് എനിക്ക് ജയൻ്റെ മോളായിട്ട് പ്രായമാണ്. ഓ ഞാൻ ഇന്നലെ എടുത്ത ഫോട്ടോ നിങ്ങളും കൂടി ഉള്ളത് എനിക്ക് വന്നു അത് അതോ അറിയില്ല. അയച്ചിട്ടാവില്ലേ? ഞാൻ എൻ്റെ ഫോണിലല്ലേ? ഇല്ല, അയക്ക് വേണോ? നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇല്ല പിന്നെ ഈ ജനങ്ങളെ നടന്നു ഒരു പ്രയത്നം നടത്തിയിട്ട് ഒരു സെൽഫി എടുക്കണല്ലേ? ഫോണേ ആ ശരി. ആ വെള്ളം വേണോ?
വയറ് നിറച്ച് സദ്യയൊക്കെ ഉണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഭഗവാന്റെ ആറാട്ടിന്റെ സദ്യ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പൊ ഇന്നത്തെ ആറാട്ട് വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ മുന്നോട്ട് പോകാനായിട്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട എല്ലാ ഭക്തരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അതും കൂടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. Hadi.